ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന വാദം അംഗീകരിക്കുന്നില്ല. ജിന്നുകളോട് സഹായം ചോദിക്കുന്നതും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ശിർക്കാണ് എന്ന് സമ്മതിക്കാൻ കൂട്ടാക്കാത്തോണ്ടാണ് നടപടി ഉണ്ടായത്. ഉടനെ തന്നെ ഞാൻ മാധ്യമത്തിന് എഴുതി കൊടുത്തു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കു തന്നെ. സൃഷ്ടാവായ അള്ളാഹുവിന് പുറമെ ഏത് സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇസ്തിഗാസ അഥവാ സഹായതേട്ടം നടത്തുന്നതും അത് മലക്കാവട്ടെ ജിന്നാവട്ടെ ശിർക്ക് അഥവാ ബഹുദൈവാരാധനയാണ്. വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ എവിടെയായാലും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദിന്റെ ഏകദൈവാരാധനയുടെ കാതൽ. മറിച്ചുള്ള പ്രചാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും വ്യാജവുമാണ്. ഈ ലേഖകന്റെ പ്രസംഗത്തിലോ എഴുത്തുകളിലോ അത്തരത്തിലുള്ള വല്ല പരാമർശവും വന്നതായി ആർക്കും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആർക്കും സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ എനിക്കിങ്ങനെ ഒരു വാദമില്ല എന്ന് നമ്മുടെ നേതൃത്വത്തിന് അറിയാം. യഥാർത്ഥ അവർ പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ എന്തിനായിരുന്നു എന്ന്. പക്ഷെ അത് കുറച്ചാണ് പ്രചരിച്ചോട്ടെ. പത്രക്കാരോട് വിളിച്ച് ചോദിച്ചു നോക്കുമ്പോ നിങ്ങളെ സംഘടനയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഞങ്ങൾക്ക്, അല്ല ഞങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ വാർത്തയൊന്നും അല്ല എന്നാ പറഞ്ഞ്. കണ്ടോ? പിന്നെ വിവരാവകാശ നിയമപ്രകാരം പോയാലും പത്രക്കാർക്ക് ചില ഇളവുകളൊക്കെ ഉണ്ട്. വാർത്തയുടെ സോഴ്സ് പറഞ്ഞോളണമെന്നില്ല എന്നൊക്കെ അവർക്ക് ചില ഇളവുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. നമ്മൾ മറുകുറിപ്പ് കൊടുത്തു, അവരതും പ്രസിദ്ധീകരിച്ചു, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു, മാധ്യമം പ്രസിദ്ധീകരിച്ചു, മലയാളം ന്യൂസിലും ഇന്നലെ കൂടുതൽ അവരും പ്രസിദ്ധീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ തിരുത്തി പറയുന്നത് എന്തിനാണ്? നമ്മളെ കുറിച്ച് ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ നടത്താണ്. ഞാൻ ശിർക്കിലേക്ക് പോയി എന്നാ പറയുന്നത്. ഞാൻ മാത്രമല്ല, ഹിറ്റ് ലിസ്റ്റിൽ വേറെയും കുറെ ആളുകളുണ്ട്, അവരൊക്കെ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കള്ളപ്രചരണം നമ്മുടെ സംഘടനയുടെ ആളുകൾ തന്നെ നടത്തുകയാണ്. അതാണ് എന്നെ തിരിച്ചെടുക്കാതിരിക്കാനുള്ള ഒരു കാരണം. കഴിഞ്ഞ 18-ാം തീയതി എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. പക്ഷേ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്ന എക്സിക്യൂട്ടീവ് ഇറങ്ങിയ പലരും വിളിച്ചു പറഞ്ഞു, ഞാൻ ഇപ്പൊ വരും കത്ത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു കത്തും കൊണ്ട് ഒരാൾ വരുന്നു, CD ഇട്ട് അവരിൽ വീണ്ടും കൂടിക്കാഴ്ചക്ക് ചെല്ലണം. കൂടിക്കാഴ്ചക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞറിയോ? നിങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണ സമിതിയെ വെച്ചിരുന്നു. ആ അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിലും തീരുമാനങ്ങളും ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എന്റെ കാര്യത്തിൽ ഒരു അന്വേഷണ സമിതി ഉണ്ട് എന്നറിയുന്നത്. ആരാ അന്വേഷണ സമിതി? അബ്ദുറഹ്മാൻ സലഫി, നൂർ ഷാ, അഹമ്മദ് അലി മദനിയൊക്കെ. എങ്ങനെ ഉണ്ടാവും? കോഴിയെ നോക്കാൻ കുറുക്കനെ ഏൽപ്പിച്ച് എങ്ങനെ ഉണ്ടാവും? എന്റെ കാര്യത്തിൽ അന്വേഷണ ആക്ഷേപം ഉന്നയിക്കുന്നതും അബ്ദുറഹ്മാൻ സലഫി, അന്വേഷണം നടത്തുന്നതും അബ്ദുറഹ്മാൻ സലഫി, വിധി പ്രസ്താവിക്കുന്നതും അബ്ദുറഹ്മാൻ സലഫി, ഇനി അത് ന്യായീകരിച്ച് സംഗമം നടത്തുന്നതും അബ്ദുറഹ്മാൻ സലഫി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ കാര്യത്തിൽ നിഷ്പക്ഷനായ ഒരാൾ അന്വേഷണത്തെ വെച്ചോ, കക്ഷി എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കണല്ലോ. ഞങ്ങളാണ് അന്വേഷണ സമിതി, അറിയിച്ചില്ല. അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നൊരു 2 പേജ് എനിക്ക് തന്നു. ആദ്യം തന്ന പേജിൽ എന്താ ഉള്ളത് അറിയോ? അന്വേഷണ സമിതി ശുപാർശ ചെയ്തതും 18/7/2015 KNM ഭരണസമിതി അംഗീകരിച്ചതുമായ തീരുമാനങ്ങൾ. എന്താ തീരുമാനം? 1. KK സക്കരിയ സലാഹി പഴയ വാദത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ആയത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി KNM-ന് സമർപ്പിക്കുകയും KJUവിന്റെ അംഗീകാരത്തോടെ അത് വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഞാനതിനെപ്പറ്റി ചോദിച്ചപ്പോ തർക്കിക്കാനൊന്നും നിൽക്കണ്ട, ഒപ്പിടുന്നുണ്ടോ അല്ലേ അത് മാത്രം പറഞ്ഞാൽ അധികാര സ്വരത്തിൽ. റമദാൻ മാസാണ്. 70 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വന്നിട്ട് എനിക്ക് നല്ല ചൂടും എനിക്ക് ചുണ്ടൊക്കെ വരുന്ന സന്ദർഭമാണ്. ഞാൻ തർക്കിക്കാതെ ഞാനപ്പോ അതിന്റെ അടിയിൽ എഴുതി കൊടുത്തു, മേൽപ്പറഞ്ഞ കാര്യം എനിക്ക് ആലോചിക്കാനും പഠിക്കാനും സമയം ആവശ്യമാണ്. ഇപ്പൊ ഒപ്പിട്ട് തരാൻ പറ്റൂല, എനിക്ക് പഠിക്കാൻ സമയം ആവശ്യമാണ്. അപ്പൊ ഞാൻ ഇത് ഒപ്പിട്ട് കൊടുത്താൽ എന്തായി? മുമ്പ് എനിക്ക് പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങണം. അപ്പൊ എന്റെ പഴയ വാദം എന്താ? ജിന്നിനോട് എന്ത് തേടിയാലും ശിർക്കല്ല എന്നൊരു വാദം എനിക്കുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല എന്ന് ഉറപ്പാൻ എന്തിനാറിയോ? പിരിച്ചെടുത്തു എന്ന് പറയാ, പക്ഷെ ചെറിയ ചില നിബന്ധന വെച്ചപ്പോ സ്വീകരിച്ചില്ല. നല്ല ചെറിയ നിബന്ധന ഉള്ളത്. ഇത് അവരെ ഗ്രൂപ്പിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായി. കാരണം എന്നെ തിരിച്ചെടുത്താല് ഞാൻ ശിർക്കിലേക്ക് പോയി നീ കോക്കസ് നാടാകെ പ്രചരിപ്പിച്ചിരുന്നു. അപ്പൊ കോക്കസ് മീറ്റിംഗ് കൂടിയിട്ട് കോക്കസ് നേതാവിനോട് നിങ്ങൾ അയാളെ തിരിച്ചെടുക്കാൻ നിൽക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ കളവെന്ന് വരൂലേ അയാളെ തിരിച്ചെടുത്താ? അപ്പൊ കോക്കസ് നേതാവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ഇതിന്റെ ഉള്ളിക്കിന് കയറാതിരിക്കാനുള്ള നിബന്ധനകള് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെന്നപ്പോ എനിക്ക് ഒപ്പിടാൻ കഴിയില്ലല്ലോ. എന്നിട്ട് ഞാന് ഈ യോഗം നടക്കുന്ന അതറിഞ്ഞിട്ട് 18-ാം തീയതി യോഗം നടക്കുന്നത് അറിഞ്ഞിട്ട്, കാരണം
എനിക്ക് അന്ന് ഒപ്പിടാൻ പറ്റില്ല, ഞാൻ തിരിച്ചു പോന്നു. ആലോചിക്കാനും പഠിക്കാനും എന്തൊരു ഫിത്തനയാണ് റബ്ബേ ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോന്നിട്ട് അപ്പൊ എന്നോട് അന്ന് ചോദിച്ചു എപ്പോഴാ ഒപ്പിട്ട് തരാ വെച്ചു. ഞാൻ പറഞ്ഞ റമദാനൊക്കെ അല്ലേ, റമദാൻ കഴിയട്ടെ, എന്നാലും ഡേറ്റ് പറഞ്ഞൂടെ. ഡേറ്റ് ഒന്നും പറയണ്ട, ഞാൻ പെട്ടെന്ന് തരാം, 1 മാസം അങ്ങനെ മാസമൊന്നും ആഴ്ചയൊന്നും പറയണ്ട, ഞാൻ പെട്ടെന്ന് തരാം. ആ റമദാൻ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് കൊണ്ടുപോയി കൊടുക്കുന്നത്. 6 നോമ്പിന്റെ അന്ന് എക്സിക്യൂട്ടീവ്, അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൗൺസിൽ, പെട്ടെന്ന് ചടുലമായി കാര്യങ്ങൾ. 6 നോമ്പിനൊക്കെ ആരെങ്കിലും എക്സിക്യൂട്ടീവ് വിളിക്കലുണ്ടോ? ഈ പ്രായം ചെന്ന ആളുകൾ അവിടെ CD ടോർ പോണേ. അപ്പൊ അതെല്ലാം ചില തീരുമാനങ്ങളാണ്. എന്നിട്ട് ഞാൻ അന്ന് രാവിലെ ഇത് ഉണ്ടെന്ന് ഞാൻ അറിയുന്ന 2 ദിവസം മുമ്പാണ് എന്റെ കാര്യം ഞാൻ തീരുമാനം എടുക്കാണ്. അല്ലെങ്കിൽ ഇതാ നീ ഒപ്പിട്ടില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് നീങ്ങും നിന്നോട് പറഞ്ഞിട്ടില്ല. ഇത്രാം തീയതിക്കകം ഒപ്പിട്ട് തരണമെന്നും പറഞ്ഞിട്ടില്ല. സക്കരിയ, നീ ഒപ്പിടാതെ പോയാൽ ഇപ്പോഴുള്ള ഇത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതെന്താ? ഖുത്ബ മാത്രം പറയാ, KNM പോഷകടങ്ങളിൽ പരിപാടി പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ നിലനിന്നോട്ടെ. ഏതായാലും ഇപ്പൊ റമദാനിൽ ക്ലാസ് പോലും നടത്താൻ പറ്റിയില്ലല്ലോ, ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് കേട്ടു. ഉടനെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കത്ത് നേരെ തയ്യാറാക്കിയിട്ട് അന്ന് രാവിലെ 8 മണിക്ക് ടീപ്പിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ആ TP ആണ് സക്കരിയ തെറ്റ് വരാത്ത എന്താന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഞാൻ. അത് ഇന്നൊന്ന് മൊയന്താക്കിയതാ. ഞാൻ വിചാരിച്ച് വളരെ സന്തോഷത്തിലായിരിക്കും പറഞ്ഞു. നേരെ പോയിട്ട് പുറത്തേക്കായി ഇത്. എന്ന് മാത്രം എന്റെ ഒപ്പം വന്ന ആളോട് പറഞ്ഞു, ഇത് ഞങ്ങൾ തമ്മിലുള്ള വൈജ്ഞാനിക ചർച്ച കേട്ടോ, നിങ്ങൾ ഇതിൽ കക്ഷി ചേരരുത് കേട്ടോ എന്ന് സാധാരണക്കാരനായ പ്രവർത്തകനോട് പറയുകയും ചെയ്തു. കൈയൊക്കെ കൊടുത്ത് സന്തോഷത്തിൽ പിരിഞ്ഞു കട്ടചായൊക്കെ തന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചില്ല പ്രശ്നം തീരും. ഉടനെ തന്നെ പിന്നെ കേൾക്കണം എന്താ അറിയോ, ഞാൻ എഴുതി കൊടുത്ത ആ കത്തൊന്ന് വായിക്കുക പോലും ചെയ്യാതെ ശ്രീമാൻ നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ആ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. എല്ലാരും കൈയടിച്ച് പാസ്സാക്കി. ഞാൻ TPക്ക് കൊടുത്തതിന് ശേഷം AP യോഗത്തിൽ നിന്ന് AP കൊടുത്തു, നൂർഷ സാഹിബിന് കൊടുത്തു, MM മദനിക്ക് കൊടുത്തു, പന്നൂരിന് കൊടുത്തു, പറപ്പൂരിന് കൊടുത്തു. അവരൊക്കെ എക്സിക്യൂട്ടീവ് ഉള്ളവരാ, അവർക്ക് അറിഞ്ഞോട്ടെ ഞാൻ ഇങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന നിലക്ക്. പക്ഷെ ആ കത്ത് ചർച്ച ചെയ്യുക പോലും ചെയ്യാതെ എന്നിട്ട് ഞാൻ ആ കത്ത് കൊടുത്തിട്ട് CPക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. സർ, അന്ന് KJUൽ ചർച്ച ഉണ്ടായപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഓർമ്മല്ലേ, ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കാന്ന്. സക്കരിയാക്ക് ഏതായാലും വാദമല്ലല്ലോ, അത് ഹറാമാണ്, വർജിക്കപ്പെടേണ്ടതാണ്. ഭൗതിക സഹായമാണെങ്കിൽ പോലും അത് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്നൊക്കെയാണല്ലോ സക്കരിയ നിന്റെ വാദം. എങ്കിൽ പിന്നെ ഈ ശിർക്കാണെന്ന് പറഞ്ഞ് നിനക്ക് ഒപ്പിട്ടൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 അഭിപ്രായം ഉണ്ടാകണ്ടല്ലോ എന്ന് നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് സാർ അന്ന് ഞാൻ ഒപ്പിട്ടെ. അപ്പൊ എനിക്ക് ഇല്ലാത്ത വാദമല്ല സാർ നിങ്ങൾ ഇപ്പൊ എഴുതി തന്നിരിക്കണത്, നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ അത്. അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി തന്നാൽ ഞാൻ ഒപ്പിട്ട് കൊള്ളാം സർ എന്ന് ഞാൻ അതില് വ്യക്തമായി തന്നെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ആ കത്തിൽ അവസാനം ഞാൻ അത് അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ജിന്നിനോട് സഹായം തേടാമെന്ന വാദം നമുക്കാർക്കും ഇല്ലെന്നിരിക്കെ മടവൂരികൾ ഉണ്ടാക്കിയ ദുരാരോപണങ്ങളിൽ നാം പെട്ടുപോകരുതെന്നും ലൈഫായ ഒരു ഹദീസിന്റെ പേരിൽ ഭിന്നിക്കുന്നത് നാണക്കേടാണെന്ന കാര്യം നാം പ്രത്യേകം ഓർക്കണമെന്നുമാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്. 31/7/2012 നിങ്ങൾ എനിക്ക് ഒപ്പുവെച്ച് അംഗീകരിക്കാൻ വേണ്ടി നൽകിയ 2 പേപ്പറുകളിൽ നിന്നും എനിക്ക് ഇല്ലെന്ന് ഞാൻ തന്നെ മുകളിൽ വ്യക്തമാക്കിയ വാദങ്ങൾ ഒഴിവാക്കി തരണമെന്നും അതുവഴി 2 പ്രസ്താവനകളിലും ഒപ്പിടാൻ എനിക്ക് സാഹചര്യം ഉണ്ടാക്കി തരണമെന്നും വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ഇത്രയും കാലം ശിർക്കിനെതിരെ ശബ്ദിച്ച ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് ധ്വനിപ്പിക്കുന്ന എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത സക്കരിയ സലാഹി പഴയ വാദം ഖേദിച്ചു മടങ്ങുന്ന വാചകങ്ങൾ സത്യത്തിന് നിരക്കാത്തതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു അപേക്ഷ എനിക്ക് നേതൃത്വത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വന്നത്. ഇത് ഞാൻ TPക്ക് വായിച്ചു കൊടുത്തു. TP തലകുലുക്കി. പക്ഷെ ഒന്ന് വായിച്ച സുഹൃത്തുക്കളെ അവിടെ വായിച്ചില്ല എന്ന് മാത്രമല്ല, എനിക്ക് തന്ന ഷോക്കോസ് നോട്ടീസിൽ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പുളിക്കൽ വെച്ച് പ്രഖ്യാപിത ആദർശങ്ങൾക്കും പ്രബോധന മര്യാദകൾക്കുമെതിരായി ഞാൻ പ്രസംഗിച്ചു. പ്രഖ്യാപിത ആദർശം, ഏത് പ്രഖ്യാപിത ആദർശത്തിന്റെ എന്താണ് ഞാൻ പ്രസംഗിച്ചത് എന്ന് 3 സിറ്റിംഗ് കഴിഞ്ഞു. എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല, എഴുതി തന്നിട്ടില്ല. ഇന്നാൽ ഇന്ന പ്രഖ്യാപിത ആദർശത്തിനെതിരിൽ നീ ഇന്നത് പ്രസംഗിച്ചു. അന്വേഷണ സമിതി അത്ര റിപ്പോർട്ടുകൾ പരിശോധിച്ചു, ഇത്ര പരാതികൾ പരിശോധിച്ചു. അതൊക്കെ കോടതി ഭാഷയിൽ പരാതികൾ എഴുതി വാങ്ങുകയും പലരെ കൊണ്ടും പരാതി കൊടുപ്പിക്കുകയും അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ റിപ്പോർട്ട്. ഞാൻ കഴിഞ്ഞ പുറത്താക്കലുണ്ടായപ്പോ പത്രത്തിൽ വന്ന് അവസാനം ഞാൻ APന്റെ അടുത്ത് പോയി എന്റെ വിശദീകരണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ ചോദിച്ചപ്പോ എന്താ സർ പ്രശ്നം, എന്താ പ്രശ്നം? അവ പറഞ്ഞു ജിന്നും സീറും എല്ലായിടത്തും ചെന്നാലും ജിന്നും സീറുവാ പറയണേ.
അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതൊരു പുതിയ വിഷയല്ലേ, ഇതിപ്പോ പഠിച്ചോലും പഠിക്കാത്തോലും ഉള്ള തർക്കമൊക്കെ സാധാരണ അല്ലേ. ആ ഭാഷ എനിക്ക് കിട്ടിയത് എവിടുന്നറിയോ? നൂർഷാ സാഹിബിന്റെ നിന്നാണ്. എന്നെ പുറത്താക്കിയെന്ന വിവരം അറിഞ്ഞപ്പോ ഞാൻ അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ വിളിച്ചു, നൂർഷക്ക് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, എന്താ വിഷയം? ജിന്നും സീറും പറഞ്ഞതാണത്രേ. നിങ്ങളൊക്കെ 5 കൊല്ലായിട്ടല്ലേ ഇത് പറയൽ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇതൊരു പുതിയ വിഷയമല്ലേ? ഒരു പുതിയ വിഷയമാകുമ്പോ പഠിച്ചോലും പഠിക്കാത്തോലുള്ള തർക്കമൊക്കെ സാധാരണ അല്ലേ? അതിനുണ്ട് അകത്താക്കലും പുറത്താക്കലും. ഏതാ അടുത്ത എക്സിക്യൂട്ടീവ് നിങ്ങളൊന്ന് ക്ഷമിക്കുന്ന പറഞ്ഞു. അടുത്ത എക്സിക്യൂട്ടീവിന് മുമ്പ് അത് പിൻവലിപ്പിക്കാനുള്ള പണികൾ പിന്നെ നടന്നു. കണ്ടോ, അന്ന് ഞാൻ എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞു, സർ ഇങ്ങനെയാണെങ്കിൽ ഒരാളുടെ പ്രസംഗത്തിൽ നിന്ന് ഇങ്ങനെ തെറ്റ് പിടിക്കാനായിട്ട് കുറെ ആള് നടക്കുകയാണെങ്കിൽ എനിക്കിനി പ്രസംഗിക്കാൻ താല്പര്യമല്ല. ഇങ്ങനെ തെറ്റ് മാത്രം കണ്ടെത്താൻ നോക്കണം. നിങ്ങളെ പ്രസംഗത്തും തെറ്റ് കാണാം. ഒരു കൊല്ലം നിങ്ങളെ പ്രസംഗത്തിന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ വരിക, ഒരു ചാരന് ഇങ്ങനെ വിടുക, എന്നിട്ട് ഓരോ സ്ഥലത്തും ഓരോ അടച്ചെടുക്കുക, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറഞ്ഞു ക്ലിപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇതിലും നടപടി എടുക്കേണ്ടി വരും. ഇതൊന്നും സഹപ്രവർത്തകരായ ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ദഅവത്ത് രംഗത്ത് പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന നമുക്ക് യോജിക്കാത്തതാണ് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഒപ്പിട്ടില്ല അപ്പൊ നാട്ടിലാകെയുള്ള പ്രചാരണം. എന്താ ഞാൻ ഒപ്പിടാതിരിക്കാൻ കാരണം? ഒരു പേപ്പർ മാത്രല്ല, രണ്ടാമത് തന്ന പേപ്പറിൽ എന്താണെന്നറിയോ? അത് കേട്ടോളി. KNM ഭരണസമിതി മുമ്പാകെ KK സക്കരിയ സലാഹി ബോധിപ്പിക്കുന്നത് അവരെ എഴുതിക്കൊണ്ടു നിൽക്കുക എന്നോട് ഒപ്പിടിക്കാൻ. ജിന്നിനോടുള്ള സഹായതേട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്റെ സംസാരങ്ങളിലും ലേഖനങ്ങളിലും വന്ന പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അപ്പൊ എനിക്ക് പ്രമാണവിരുദ്ധമായിട്ട് കുറെ വന്നിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ ഏതാ വന്നത് അതാദ്യം ബോധ്യപ്പെടുത്തി തരണ്ടേ, എന്നിട്ടല്ലേ ഖേദിക്കാൻ പറയാ. സാങ്കല്പിക വാദത്തിന്റെ പേരിൽ ഖേദിക്കാൻ പറ്റുമോ? ജിന്നിനോടുള്ള സഹായതേട്ടം, ജിന്നുബാധ സംശയിക്കുന്നവർ ചികിത്സിക്കൽ എന്ന വിഷയത്തിൽ പ്രമാണവിരുദ്ധമായ കുറെ പ്രസംഗങ്ങളും ലേഖനങ്ങളൊക്കെ എന്റെ ഉണ്ടായിട്ടുണ്ട്. എന്നാ അത് ഇന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ട് ഞാൻ തിരുത്തിയില്ലെങ്കിലല്ലേ നടപടി എടുക്കുക? നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഗൾഫിൽ പോകുമ്പോഴാണ് എനിക്ക് നടപടി ഉണ്ടായത്. എന്നിട്ട് ഞാൻ ഗൾഫിലാണെന്ന് അറിഞ്ഞിട്ട് വാറണ്ട് കൊണ്ടേ കൊടുക്കാൻ വീട്ടിൽ കൊണ്ടേ കൊടുത്തിക്ക ആള്. എന്താ ഞാൻ തിരിച്ചു വരൂലേ? ഒരു നടപടി എടുക്കുമ്പോ എനിക്കെതിരെ ഒരു ആക്ഷേപം കിട്ടിയാല് ആ ആക്ഷേപം സത്യമാണോ എന്ന് എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാനത് തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ അല്ലേ ശിക്ഷ വിധിക്കാം. ഞാൻ അന്ന് ചോദിച്ചു ഏപ്പിനോട്, സർ സാധാരണ കോടതിയിൽ പോലും ഉണ്ടല്ലോ, കുറ്റം ആരോപിക്കപ്പെട്ട ആളോട് വിശദീകരണം ചോദിച്ചിട്ട് ആ വിശദീകരണം തൃപ്തികരല്ലേ സർ നടപടി എടുക്കാം? കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത് മുനിസിപ്പൽ കോടതി പോലും ഉണ്ടല്ലോ സർ. ആ ഒരു നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. നിങ്ങൾ ആരൊക്കെ ആക്ഷേപം പറഞ്ഞു, നിങ്ങൾ എന്നെ വിചാരണ നടത്താതെ നിങ്ങൾ തന്നെ തീരുമാനമെടുത്തു എന്നെ പുറത്താക്കി. അതല്ലേ നടന്നത്? ഇപ്പോഴുണ്ടായത് എന്താ? വിലക്ക് ഏർപ്പെടുത്തി. അതൊരു ശിക്ഷയാണല്ലോ. എല്ലായിടത്തേക്കും സർക്കുലർ കൊടുത്തു, പ്രഖ്യാപിത ആദർശത്തിനും പ്രബോധന മര്യാദക്കുമെതിരായി പ്രസംഗിച്ചു എന്ന്. അപ്പൊ ആളുകൾ വിചാരിക്കെന്താരോ, ഓ നേതാക്കന്മാര് തന്നാലേ എന്തുമില്ലാതെ അവര് പറയോ. ഇതന്നെയാണ് ഖുറാഫികൾക്കും സംഭവിച്ചത്. ഈക്കേം കണ്ണിയത്തും ഒക്കെ ഒന്നും കാണാതെ പറയോ, ഓലിപ്പോ നമ്മളെ നരകത്ത് കൊണ്ടുപോകുവോ, അതുകൊണ്ട് തെളിവും ഞാനൊന്നും നമ്മൾ നോക്കണ്ട, അവര് പറയണ മിണിങ്ങിയാ മതി. ഇതല്ലേ തഖലീദ്? പച്ച തഖലീദ് ഇതല്ലേ? അതിൽ നിന്നല്ലേ നമ്മൾ ജനങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്? തെളിവും ന്യായൊക്കെ അവര് നോക്കിയിട്ടുണ്ടാവും, നമ്മൾ നോക്കേണ്ടതില്ല. ഈ രൂപത്തിലാണ് ഇപ്പൊ ചില ആളുകൾ സംഘടന അനുസരിക്കണ്ടേ. സംഘടന അനുസരിക്കണം, എല്ലാരും അനുസരിക്കണം, മാതാപിതാക്കൾ അനുസരിക്കണം, ഗുരുനാഥന്മാരനുസരിക്കണം. പക്ഷേ ഖാലിഖായ അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടി അനുസരിക്കേണ്ടതില്ല. അതല്ലേ നമ്മൾ പഠിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭരണം കിട്ടിയിട്ട് അദ്ദേഹം നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം നമ്മളൊന്ന് കേൾക്കണം. എന്താ പറഞ്ഞത്? അത്തിഊനി മാ തഅത്തുല്ലാഹ വറസൂലഹു, അല്ലാഹുവും റസൂലിനും ഞാൻ അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ അനുസരിക്കണം. അല്ലാഹുവും റസൂലും ഞാൻ എതിര് പ്രവർത്തിച്ച് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്നെ അനുസരിക്കാൻ ബാധ്യത നിങ്ങൾക്കില്ല. ഈ ഒരു തത്വത്തിലല്ലേ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അതിനൊക്കെ പുറമെ എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ അന്വേഷിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ദേവർശ്വല, KMK ദേവർശ്വല, എന്റെ ഉപ്പയുമായിട്ടൊക്കെ വളരെ ബന്ധം, നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് താമസിക്കുന്ന ആളാണ്. കടവത്തൂരിൽ അദ്ദേഹം ജാമ്യയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഞാനിങ്ങനെ ഇറങ്ങിപ്പോയപ്പോ, എന്താ കാണാതെ പോണ്, നിൽക്ക അവിടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു കുറെ. അങ്ങനെയൊക്കെ സംസാരിച്ച് കുറെ കാര്യം, ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചപ്പോ അദ്ദേഹം പറയാം, അപ്പൊ ജിന്നുകളെ വിളിച്ച് സഹായം തേടാൻ എനിക്ക് വാദമില്ലല്ലേ, ഞാൻ എന്നാ അപ്പൊ നേരം വരെയും വിചാരിച്ച എനിക്ക് ആ വാദമുണ്ട് എന്നാണ്. അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു, ദേവർശ്വല നിങ്ങൾ എന്താ
ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ, സക്കരിയ അങ്ങനെ പറഞ്ഞൊരു തെളിവ് കൊണ്ടാ, എഴുതിയതുണ്ടോ, പ്രസംഗിച്ചതുണ്ടോ, നിങ്ങൾ ചോദിക്കണ്ടേ, അല്ലാതെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ എന്താ ഈ പ്രചരണത്തിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേരി എന്താ ഈ പ്രചരണത്തിന്റെ അർത്ഥം? ഞാൻ പല സ്റ്റേജുകളിലും വെല്ലുവിളിച്ചില്ലേ എന്ന് മാത്രല്ല, ഞാൻ മാത്രല്ല, എനിക്ക് അങ്ങനെ വാദമില്ലാന്ന് അനസ് മൗലവി 8 മാസം മുമ്പ് ബഹ്റൈനിൽ പോയപ്പോ ഒരാൾ ചോദിച്ചു. AP അബ്ദുൽ ഖാദർ മൗലിക്ക് ഒരാൾ ഫോൺ ചെയ്തിട്ട് പറയുണ്ടല്ലോ, ജിന്നാളെയും മലക്കുകളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് കായംകുളത്ത് വന്ന് സക്കരിയ സലാഹി പ്രസംഗിച്ചു, അതുകൊണ്ട് ഇനി ഓനങ്ങൾ പ്രസംഗത്തിന് വിളിക്കണ്ട. അപ്പൊ ഞാൻ പ്രസംഗിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? മടവൂരിന്റെ ഫോൺ ക്ലിപ്പ്. മടവൂരി AP-നെ വിളിച്ചിട്ട് പറയാണ്, ഇവിടെ എങ്ങനെയൊക്കെ പ്രസംഗിച്ചു, എന്നാ നിങ്ങൾ ഓനെ വിളിക്കണ്ട. അപ്പൊ അതിന്റെയൊക്കെ തെളിവുണ്ട് എന്നാണ് ഈ ചോദിക്കുന്ന ആള് പറയുന്നത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് വേണ്ടി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അങ്ങോട്ട് കൊളുത്തി വരിക്കല, അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്, ആയിക്കോട്ടെ. ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. അനസ് മൗലവി പറഞ്ഞു അതൊന്നും തെളിവല്ല. സക്കരിയ സലാഹി പറഞ്ഞത് ഇങ്ങോട്ട് പറ, അദ്ദേഹം എഴുതിയത് ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചു തെളിയിക്കാൻ സാധിച്ചില്ല. സാധ്യമല്ല സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറഞ്ഞ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ദ്രോഹിക്കുന്നവർ ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ, ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മൻ മുബീന, അവർ വമ്പിച്ച അപരാധവും കുറ്റവുമാണ് പേറിയിട്ടുള്ളത്. അത് ഇല്ലാത്ത കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളൊക്കെ ഈ പുസ്തകം വാങ്ങണം. 5 രൂപ കൊടുത്തിട്ട് നിങ്ങൾ യൂണിറ്റിലൊക്കെ ഒരു 10-50 കോപ്പി കൊണ്ടുപോയിട്ട് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർക്ക് കൊടുക്കുക. എന്താണ് ഇവിടെ സംഭവിച്ചത്? എല്ലാവരും നടക്കുമ്പോൾ നമ്മളൊന്നും അറിയാത്ത പോലെ ആകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഇത് പറയുന്നത്. നമ്മളെ യഥാർത്ഥത്തിൽ എന്താ ഇവിടെ വിഷയം എന്നറിയോ?
നമ്മുടെ പ്രമാണങ്ങളോടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമീപനം അത് സലഫുകൾ സ്വീകരിച്ച പോലെ സ്വീകരിക്കുന്നതിൽ പലർക്കും വൈമുഖ്യമാണ്. മടവൂരികളുമായി ഉണ്ടായ പ്രശ്നത്തിൽ ജമിയത്തുൽ എടുത്ത തീരുമാനത്തിൽ ഒന്നാമത്തെ തീരുമാനം എന്താ? ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതാണ്. അല്ലേ? അതല്ലേ മുസ്ലിം മടവൂരിന് ആളുകളെ നമുക്കുണ്ടായിരുന്ന വ്യത്യാസം അല്ലേ? അന്ന് AP സലഫി മന്നജ് വിശദീകരിക്കുമ്പോ പറഞ്ഞൊരു തമാശ എനിക്ക് ഓർമ്മ വരാണ്. ആളുകളെ വിചാരം സലഫി മന്നജ് പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫിന്റെ എന്തോ മന്നജാണെന്ന ആളുകളെ വിചാരം. പറഞ്ഞത് തമാശയാണെങ്കിലും ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആളുകള് പഠിക്കുന്നില്ല പഴയതുപോലെ. പണ്ടത്തെ മുജാഹിദ് പ്രവർത്തകർ പഠിക്കാറുണ്ടായിരുന്നു. അമാനി മൗലവിന്റെ പരിഭാഷയുടെ വാങ്ങി വെക്കും ഷോക്കേസിൽ, വായിച്ചു നോക്കൂല. മുതിർന്ന ആളുകൾ പലരും വായിച്ചിട്ടുള്ളത് CNN പരിഭാഷയാണ്. CNN പരിഭാഷ ശുദ്ധ അഖ്ലാനി പരിഭാഷയാണ്. ജിന്ന് എന്ന് പറഞ്ഞൊരു വർഗം തന്നെയല്ല, അത് മനുഷ്യരിലെ അപരിഷ്കൃത വർഗമാണ്. ജിന്നും ഇൻസും എന്ന് പറഞ്ഞ കാടനും നാടനും. ജിന്ന് കാടൻ, ഇൻസ് നാടൻ. തുണിയും കുപ്പായിട്ട് പരിഷ്കൃതനായി ജീവിക്കുന്നവൻ ഇൻസ്. ആദിവാസിയായിട്ട് കാട്ടിലും പൊന്തലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജിന്ന്. ഈ രൂപം എന്താ? അത് ജിന്ന് എന്നൊരു വേറെ വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല. അപ്പൊ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ CN മൗലവിയുടെ ദുർവ്യാഖ്യാനങ്ങളാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഖുർആൻ പരിഭാഷ വേഗം ഇറക്കാൻ വാസ്തവത്തിൽ കാരണമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ CNisമാണ് ഇന്ന് പലരുടെയും ഉള്ളിലിരിക്കുന്നത്. അത് പോയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കുക, മ്യൂസിക് പാടില്ലാത്തതാണ് എന്ന് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്. നിങ്ങൾ ഇന്ന് പോയിട്ട് എടുത്തു നോക്കി. സൂറത്ത് ലുഖ്മാൻ 6-ാമത്തെ വചനം, വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. മനുഷ്യന്മാരിൽ ചിലരുണ്ട് വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ. അള്ളാഹുവിന്റെ മാർഗത്തും ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഒരു അറിവുമില്ലാതെ ആ മാർഗത്തെ പരിഹാസ്യമാക്കി തീർക്കാനും വേണ്ടി അവർക്ക് നിന്ദ്യാവഹമായ ശിക്ഷയുണ്ട്. ഇവിടെ എന്താ ലഹുൽ ഹദീസ്? അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. അതാ വെള്ളം കൃഷിയെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ സംഗീതം ഹൃദയത്തിൽ കപട വിശ്വാസത്തെ ഉൽപ്പാദിപ്പിക്കും. മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നിഫാഖ് ഇങ്ങനെ മുളച്ചു വരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് റസൂൽ പറഞ്ഞ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കൊടുക്കാണ്. അടുത്തത്, കൊട്ടുമേളങ്ങളെയും കുഴൽവാദ്യങ്ങളെയും വിഗ്രഹങ്ങളെയും കുരിശുകളെയും തുടച്ചു നീക്കുവാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ നിയോഗമനത്തിന്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങളെ എന്ത് ചെയ്യലാണ്? നിരോധിക്കലാണ്. അങ്ങനെ സംഗീതത്തെ കുറിച്ച് ഹദീസ് കൊടുത്ത്, സഹാബത്തിന്റെ വ്യാഖ്യാനം കൊടുത്ത്, ലഹുൽ ഹദീസ് കൊണ്ട് ഉദ്ദേശം ഖിന ആണെന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞ അസറെടുത്ത് കൊടുത്ത് ഒക്കെ പഠിപ്പിച്ചിട്ടും നമ്മളെ കുറ്റിപ്പുറം സമ്മേളനത്തിലും കൂടി എന്താ ഉണ്ടായിരുന്നത്? ഈ മനുഷ്യന്മാർക്ക് ഒരു ചുക്കും തിരിയൂല. നല്ല മ്യൂസിക് അല്ലേ? നമ്മൾ കേട്ടില്ല എത്ര മ്യൂസിക് ഗാനങ്ങൾ, തൗഹീദ് ഗാനെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഒന്നുകിൽ ഇത് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചു പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. പരിഭാഷ വേറെ, നമ്മൾ ആദർശം വേറെ. ഈ രൂപത്തിലേക്ക് പോയി. ഇപ്പൊ ജിന്നും സീറൊക്കെ യഥാർത്ഥത്തിൽ അതാണ്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയും അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതമൊന്നും വായിച്ച ആളുകൾക്ക് ഇതിലൊന്നും വലിയ സംശയങ്ങളില്ല. എന്താ കാരണം? അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പരിഭാഷ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, അതിലൊരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സിഹ്ർ ഫലിക്കുന്നതിനെ സംബന്ധിച്ച് 1960കളിൽ ഇറക്കിയ നമ്മുടെ ഖുർആൻ പരിഭാഷയാണ് വമിൻ ശർരി നഫാത്താത്തി ഫിൽ ഉഖദ്, സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനം. അലവി മൗലവിയും അമാനി മൗലവിയും എഴുതി KM മൗലവി പരിശോധിച്ചതാണ്. അതിൽ പറയുന്നത് എന്താ? അതിൽ പറയുന്നത് ഈ പറഞ്ഞ നഫാത്താത്ത് ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂത് എന്ന് പറയുന്നത് സാഹിറന്മാരാണ്, മന്ത്രവാദികളാണ്. സിഹ്ർ ഫലിക്കുകയില്ല എന്ന വിശ്വാസം പിഴച്ച കക്ഷിയായ മുഅ്തസിലത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ജാമ്യ പഠിച്ച കാലത്ത് പോലും നമ്മളൊക്കെ അതിനെതിരായിട്ടാണ് അബ്ദുസ്സലാം സ്വല്ലമി എന്നൊക്കെ പഠിച്ചത്. പിന്നീടാണ് നമ്മളതൊക്കെ വായിച്ചു നോക്കുന്നത്, നമ്മളെ നിലപാടുകൾ തിരുത്തുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പഠിക്കുന്നില്ല. പഠിക്കാത്തത് കൊണ്ടുണ്ടായ ഒരുപാട് സംഗതികൾ. പിശാച് ബാധയെ കുറിച്ച് അബ്ദുൽ ഇവിടെ ആയത്തോതിയില്ലേ, സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ആ ആയത്തിനെ പറ്റി ചില ആളുകളൊക്കെ പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്, യഥാർത്ഥത്തിൽ പിശാച് ആരെയും മറിച്ചു വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ കൈയടിക്കുകയോ മറ്റ് വല്ലാതെ ബഹളാക്കോ ചെയ്യരുത്, ഒരു അദബ് കേടാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പരിഭാഷ പോലും നമ്മുടെ ആളുകൾ വായിച്ചിട്ടില്ല. KM മൗലവി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫത്വകള്, KM മൗലവിയുടെ ഫത്വകൾ എടുത്തു നോക്കിയാൽ കാണാം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ, ഹദീസുകളെ,
ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, ഇതൊക്കെ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. മാരണം എന്ന് പറഞ്ഞാൽ സിഹിർ. അപ്പൊ സിഹിറും പിശാച് ബാധയൊക്കെ ഉണ്ടെങ്കിൽ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ, അതിന് ചികിത്സ എന്ന് പറയാൻ പാടില്ല എന്ന് അപ്പോഴത്തെ വാദം. നിങ്ങൾക്കറിയോ, CD ടവറിൽ അൽ-ഇസ്ലാഹ് മസിയെ കയറ്റാൻ പാടില്ല എന്ന് ഒരു ഇടക്കാല ഉത്തരവ്. എന്താ ചെന്ന് നോക്കുമ്പോ, മടവൂരികളെ അമാനി മൗലവിക്കും നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന അൻവർ അബൂബക്കറിന്റെ ലേഖനം ഇതിൽ വന്നു, അൽ-ഇസ്ലാഹിൽ വന്നു. അതിനെന്താ കാരണം? ഗൾഫ് സംഗമം ഉണ്ടായപ്പോ ആരോ അവിടെ അത് വിതരണം ചെയ്തിട്ട് അത് ഇവർ തടഞ്ഞിരുന്നു അത്രേ. ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് അറിഞ്ഞൂടല്ലോ. ഇത് ലേഖനം പരിശോധിക്കാൻ ഏൽപ്പിച്ച ഖാദിർബായി അത് അറിഞ്ഞിട്ടില്ല. ഈ ലേഖനം വളരെ നേരത്തെ കിട്ടിയതാണ്, അതിന്റെ ഇടക്കെന്തോ മുടങ്ങിപ്പോയിരുന്നു. ആ ലേഖനം എടുത്തു കൊടുത്തു. അമാനി മൗലവിയുടെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വസ്തു അതിലില്ല. അമാനി മൗലിന്റെ പരിഭാഷയുടെ പുതിയ പതിപ്പിറക്കാനുള്ള തിരക്കില. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനെടുത്ത ഉദ്ധരണി കൊണ്ടുള്ള ലേഖനം അത് ഉണ്ടായതിന്റെ പേരിൽ CD ടവറിൽ അൽ-ഇസ്ലാഹ് വെക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള മാതിരിയാണ് ഇപ്പൊ അമാനി മൗലവിന്റെ കാര്യത്തിൽ നമ്മളെ ചില ആളുകളുടെ അവസ്ഥ. മന്ത്രത്തെക്കുറിച്ചും സിഹറിനെ കുറിച്ചും അതുപോലെ കണ്ണേറിനെ കുറിച്ചും ഒക്കെ ഇസ്ലാമിക ജീവിതത്തിലെ ഉദ്ധരണികൾ ഇങ്ങോട്ട് വായിക്കുമ്പോ പല ആളുകൾക്കും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ, ഈ രൂപത്തില് അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. എനിക്ക് സലഫി പ്രവർത്തകരോട് പറയാനുള്ളതാണ്, ഏതൊരു പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത് വിജ്ഞാനം നേടുന്നതിലൂടെ മാത്രമാണ്. നമ്മളൊക്കെ പഠിക്കണം. പഠിക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോയാൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും തിരിയാതെയാവും. നമുക്കൊരു തരം തക്ലീദ് അടിച്ചേൽപ്പിക്കപ്പെടും. എന്താ അവിടെ നടക്കുന്നത് നമുക്ക് തിരിയാണ്ടായി പോകും. ആ ഒരവസ്ഥ ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നെ സംബന്ധിച്ച് വിചിന്തനത്തിൽ വന്നതെന്താ? ആദർശ വിരുദ്ധവും സംഘടനാ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി തുടരുന്നു. ഏതാണ് ആദർശ വിരുദ്ധ പ്രവർത്തനം? ഏതാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം? നിങ്ങൾ നോക്കൂ, 5 മാസത്തിലധികമായി എന്നെ പ്രസംഗരംഗത്ത് വിലക്കിയിട്ട് പലരും എന്നെ വിളിച്ചു, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളി, ഞങ്ങൾ മൈക്കേട്ടി തരാം, ഞങ്ങൾ പെർമിഷൻ എടുത്തോളാം. ഞാൻ പോയില്ല. സംഘടനയുടെ തീരുമാനമല്ലേ, അതുകൊണ്ട് ഞാനത് അനുസരിക്കാണ്. പല ആളുകളും ചോദിക്കും, ഇതൊക്കെ നേരത്തെ പറയണം, 5 മാസം കഴിഞ്ഞിട്ടാ പറയാം. എന്തുകൊണ്ടാ വൈകിയത്? സംഘടനയെ അനുസരിച്ച്, നേതാക്കന്മാരനുസരിച്ച് അച്ചടക്കത്തോടെ ഞാൻ നിന്നത് കൊണ്ടാണ് എനിക്കിത് പറയാൻ അവസരം കിട്ടാതിരുന്നത്. വാസ്തവത്തിൽ മുജാഹിദ് പ്രവർത്തകരെ ശിർക്ക് ആരോപിച്ച് ചേരിതിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ശക്തിപ്പെട്ടപ്പോ ബന്ധപ്പെട്ടവരോട് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാടില്ലത്. നിങ്ങളുടെ ഈ വിശദീകരണ യോഗങ്ങള് ആളുകളെ ചേരിതിരിക്കാൻ മാത്രം ഉപകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ 2 കഷ്ണായി. കണ്ടോ, എവിടെ നേതാക്കളെ സന്ദർശനം ഉണ്ടായോ പിറ്റേന്ന് അവിടെ 2 ചേരിയായി. അതിനായിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? കുവൈത്തിൽ മാത്രം നടന്നിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ നടന്നു. സൗദിയിലൊക്കെ ഉള്ള അവസ്ഥ എന്താ? ഭിന്നിപ്പ് ആളുകൾക്കിടയിൽ ഉണ്ടായി, പരസ്പരം ചേരി തിരിഞ്ഞ് പല പ്രമുഖ പ്രവർത്തകരും ഇസ്ലാഹി സെന്ററിന് പുറത്താണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ ജാലിയാത്തിന്റെ കീഴിൽ, സാധാരണ രാജ്യങ്ങളെ പോലെ സൗദി അറേബ്യ, അവിടെ ദഅവത്ത് ഗവൺമെന്റിനെ നേരിട്ട് നടത്തുന്നതാ, അല്ലെങ്കിൽ ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനമായ കോഓപ്പറേറ്റീവ് ഓഫീസുകൾ മുഖേന നടക്കുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉള്ള KNMന്റെ എല്ലാ സർക്കിളും അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പല ജാലിയാത്തുകളിലും ഇന്ന് നമുക്ക് സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രബോധനങ്ങൾക്ക് അവിടെ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ? നാഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ. ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായതാ. സൗദിക്ക് മൊത്തം ഒരു കമ്മിറ്റി. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ, എല്ലാ ഇസ്ലാഹി സെന്ററിലെയും പ്രതിനിധികൾ മീറ്റിംഗ് കൂടിയിട്ട് തെരഞ്ഞെടുക്കണായിരിക്കും. ഇസ്ലാഹി സെന്ററിൽ അറിയുന്നല്ല, ഇവിടുന്ന് ഒറ്റതാ ഇക്കൊല്ലത്തെ നാഷണൽ കമ്മിറ്റി. അത് ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കലാണ്. അത് സ്വീകരിച്ചോളണം, പോഷക സംഘടനയല്ലേ. അങ്ങനെ വരണമെന്നാ പറയാം. അബ്ദുറഹ്മാൻ സലഫി പറയണത് ഇങ്ങനെ വരണം. എല്ലാ പോഷക സംഘടനയും നമ്മൾ 4 ആളങ്ങ് തീരുമാനിച്ചിട്ട് നമ്മളങ്ങ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് പറയും, എല്ലാരും അങ്ങ് സ്വീകരിച്ചോളണം. അതാ നാഷണൽ കമ്മിറ്റി. നാഷണൽ കമ്മിറ്റി അതിലിപ്പോ വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി, യാ ഇബാദല്ലാഹ് അയ്നൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ജബ്ബാർ മദീനിയുടെ ക്ലാസ് ഇപ്പങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നെറ്റിലൊക്കെ കിട്ടും, നൂർ ഓൺലൈനിൽ കാണാം. അദ്ദേഹത്തിന് ഏതെങ്കിലും നാഷണൽ കമ്മിറ്റിയിൽ ഇടം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നാവും? ശിർക്ക് മറ്റുള്ളവരെയൊക്കെ പുറത്താക്കാനുള്ള കാരണം, ആ കാരണം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഈ നാഷണൽ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഇസ്ലാഹി സെന്ററുകൾക്കുണ്ട്. ഒരു ശൂറയില്ലാത്തതാണ്.
വാസ്തവത്തിൽ ഇന്നത്തെ പ്രശ്നം എന്താ നിങ്ങള്, ഒരു ചേരിതിരിവും ഭിന്നിപ്പും ഉണ്ടായാൽ അത് പോയി പറയാനുള്ളതാണ് സംസ്ഥാന നേതൃത്വം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, അവരെന്നെ ഭിന്നിപ്പ് സ്പോൺസർ ചെയ്യാണ്. പിന്നെ ആരോടാ നമ്മൾ പറയാ? നമുക്ക് പറയാൻ ആരുമില്ല. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് പോയപ്പോ ഞാൻ രണ്ടാളും ഒറ്റക്കുള്ളപ്പോ പറഞ്ഞു, നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറി, ഞങ്ങൾക്ക് എല്ലാവർക്കും പരാതി പറയാനുള്ളവരാങ്ങള്, നിങ്ങളൊരിക്കലും ഒരു പക്ഷം ചേരരുത്. അത് മുജാഹിദ് പ്രവർത്തന വികാരമാണ്. KNM ഇലക്ഷൻ ഉണ്ടായപ്പോ പറഞ്ഞു, ഒരിക്കലും പ്രസിഡന്റിനെയും സെക്രട്ടറിയും വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാൻ പാടില്ല, അത് ഈ കൗൺസിലിന്റെ ഏകകണ്ഠമായ അഭിപ്രായത്തിൽ തെരഞ്ഞെടുക്കണം. അതിന് പലരും മറികടക്കാൻ നോക്കി, പക്ഷെ കൗൺസിലർമാർ അനുവദിച്ചില്ല. അങ്ങനെ എല്ലാവരുടെയും ഐക്യകണ്ഠേനയുള്ള തീരുമാനം അനുസരിച്ചാണ് പ്രസിഡന്റിനെയും സെക്രട്ടറിയും തെരഞ്ഞെടുത്തത്. പക്ഷെ പിന്നീട് ചില ആളുകളൊക്കെ നിഷേധിച്ചു, വേണമെങ്കിൽ ഒന്നുകൂടി വോട്ടിനിടാം, അങ്ങനെ അല്ലാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വേറെ കാര്യമാണ്. ഏതായിരുന്നാലും മുജാഹിദുകളുടെ പൊതുവികാരം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംഘടന എന്തിനാ? ദഅവത്ത് നടത്താനാണ്, ദഅവത്ത് മുടക്കാനല്ല. എന്നാൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് വിദേശത്തായാലും നാട്ടിലായാലും ദഅവത്ത് എങ്ങനെ മുടക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കാര്യമായ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സലഫി മൻഹജിന്റെ പേരിലാണ് ഈ മടവൂർ വിഭാഗവുമായി വിട്ടുപിരിഞ്ഞ് ഇപ്പറഞ്ഞത്. ഇപ്പൊ എന്താ സംഭവിച്ചാൽ, മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞിരുന്നത് 5-8 കൊല്ലം മുമ്പ്, അത് ഇപ്പൊ നമ്മൾ ആളുകൾ വര തെറ്റാതെ അക്ഷരം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കവി ചോദിച്ചില്ലേ, ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ സായിപ്പിനെ, ഇക്കണ്ടതാണ് KNM എങ്കിൽ എന്തിനു നാം തല്ലിയോടിച്ചു ആ പാവങ്ങളെ. എന്തിന് തല്ലിയോടിച്ചു? അവര് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയിലാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. ഇവരൊന്നും പച്ചക്ക് നമ്മൾ ശിർക്കാരോപിച്ചിരുന്നില്ല, എന്നാ ഇവര് പച്ചക്ക് ശിർക്കാരോപിക്കാണ്. കട്ടുമുറിച്ച ക്ലിപ്പുകളുമായിട്ട് ആലുവയിലെ ക്ലിപ്പിടെ മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിച്ച ശിർക്കല്ലാന്ന് സക്കരിയാത്തലായി പറയുന്ന ക്ലിപ്പുണ്ട് എന്ന് ആലുവയെന്ന് ഫോൺ വരിക. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? അതിനൊരു കൃത്രിമം ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ 9-10 വർഷമായി ഈ 2002 ശേഷം എല്ലാവരും പഠിച്ചു, പല വിഷയങ്ങളും പഠിച്ചു. സലഫി മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. യുവാക്കളും വിദ്യാർത്ഥികളും മുതിർന്നവരും ഒക്കെ സലഫിയത്ത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. പക്ഷേ കുറച്ചാളിതിൽ ബാക്കിയായിരുന്നു. അഖലാനി ചിന്താഗതിയുള്ള, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത പ്രമാണങ്ങൾ തള്ളുന്ന കുറച്ചാള് നമ്മളെ കൂടെ ബാക്കിയായി. അവര് നന്നാവും, ശരിയാവും, നമ്മുടെ കൂടെ എത്തുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ എത്തിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹാബത്തിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന പ്രവാചകന്റെ വസിയ്യത്ത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോക്കസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അത് നമ്മുടെ ആദർശത്തെയും ആദർശ പ്രബോധനത്തെയും എന്തുമാത്രം പിന്നോട്ട് നയിച്ചു എന്നതും ഇപ്പോൾ എല്ലാ മുജാഹിദ് പ്രവർത്തകർക്കും അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തുള്ളവർക്ക് പോലും അറിയാവുന്ന തരത്തിൽ പരസ്യമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2002 സംഘടനയിലുണ്ടായ ഒരു ശുദ്ധീകരണം യഥാർത്ഥ സലഫിയത്ത് അംഗീകരിക്കാതെ സലഫി മൻഹജ് 5-ാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്, അത് പിന്തിരിപ്പനാണ്, അതിൽ പതിയിരിക്കുന്ന അപകടം വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മൻഹജുമായി പുതിയ സംഘടനയും സംരംഭങ്ങളുമായി പോയപ്പോ നമ്മൾ വിചാരിച്ചു ഒരു ശുദ്ധീകരണം കഴിഞ്ഞു. പക്ഷെ പിന്നെ നാം കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഖലാനി ചിന്താഗതിയുള്ള പലരും പല താല്പര്യങ്ങളുടെ പേരിൽ KNM-ൽ ബാക്കിയായി. അത്തരം ആളുകളെ കുറിച്ച് ഞാൻ ചപ്പുചവറുകൾ എന്ന് പറഞ്ഞു എന്നതാണ് വലിയ ആക്ഷേപം. ഞാൻ യഥാർത്ഥത്തിൽ അത് പറഞ്ഞത് ആ രീതിയിൽ സംഘടനയ്ക്ക് അവർ ഭാരമായി എന്നതുകൊണ്ടാണ്. സംഘടനയുടെ ആദർശങ്ങളോ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന വൈജ്ഞാനികമായ പാരമ്പര്യമോ ഒന്നുമില്ലാതെ ശരിയായ മടവൂരി പ്രവർത്തന ശൈലിയുമായി KNM-ൽ തുടരുന്നത്
ഒരു മാറ്റം അവർക്ക് ഉണ്ടായില്ല. കഴിഞ്ഞ 8-9 വർഷത്തിനിടയ്ക്ക് പലരും പല വിഷയങ്ങളും കൃത്യമായി പഠിച്ചു. നമ്മൾക്ക് സംഭവിച്ച അപാകതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു. ശരിയായ സലഫിയത്തിലേക്കുള്ള മടക്കമുണ്ടായി. പക്ഷേ ഈ വിഭാഗം അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥ സലഫിയത്ത് പ്രചരിപ്പിക്കുന്നവരെ പരിഹസിക്കുകയും അവരെ എങ്ങനെയൊക്കെ പാരവെക്കാൻ കഴിയോ അതായിരുന്നു ഈ വിഭാഗം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഉള്ളിലൂടെ പ്രവർത്തിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. സംഘടനാ രംഗത്തോ പ്രബോധന രംഗത്തോ അവർക്ക് പുറത്തു വരാൻ തല ഉയർത്താൻ മുജാഹിദ് കേരളത്തിൽ ഉണ്ടായ നവജാഗരണം കൊണ്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു എന്നറിയോ? അവർ മെല്ലെ മെല്ലെ അബ്ദുറഹ്മാൻ സലഫിയെ സ്വാധീനിച്ച